സർ, മേജർ സർക്കാർ ആശുപത്രികളിൽ ഘട്ടം ഘട്ടമായി കാത്ത് ലാബ് സ്ഥാപിക്കൽ, നിലവിലുള്ള കാത്ത് ലാബുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, തീവ്ര പരിചരണ വിഭാഗങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, ആരോഗ്യ വകുപ്പിന് കീഴിൽ 105 ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കായി 13.98 കോടി രൂപ വകയിരുത്തുന്നു. ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാത്ത ജില്ലാ ജനറൽ ആശുപത്രികളിലും 25 ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ്. ഇതോടെ എല്ലാ ജനറൽ ആശുപത്രികളിലും എല്ലാ താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും. സർ, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ എന്നീ മെഡിക്കൽ കോളേജുകളിലും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ്. ഇതിനായി 21 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതോടെ എല്ലാ ജില്ലാ തല ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റ് സൗകര്യം ഉണ്ടാകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും. സർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഗ്നിറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ന്യൂറോ സയൻസിൻ്റെ തിരുവനന്തപുരം ഷൊർണൂർ സെൻറ്ററുകൾക്കായി 7.34 കോടി രൂപ വകയിരുത്തുന്നു. സർ, NHMൻ്റെ സംസ്ഥാന വിഹിതമായി 465.20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇ ഹെൽത്ത് പ്രോഗ്രാമിന് വേണ്ടി 27.60 കോടി രൂപ വകയിരുത്തുന്നു. സർ, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ അക്രഡിറ്റേഷനും ISO സർട്ടിഫിക്കേഷനും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഫേസ് 1 നിർമ്മാണത്തിനുമായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചരിത്രത്തിലാദ്യമായി കേരള സർക്കാർ മേഖലയിൽ 1020 പുതിയ BSc നഴ്സിംഗ് സീറ്റുകൾ അനുവദിച്ചു. സർക്കാർ മേഖലയിൽ പുതുതായി 8 നഴ്സിംഗ് കോളേജുകളും സിമറ്റിൻ്റെ കീഴിൽ 7 നഴ്സിംഗ് കോളേജിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. സർ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ വിഹിതമായി 552.84 കോടി രൂപ വകയിരുത്തുന്നു. സർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായി ഓങ്കോളജി ആൻഡ് ടെർഷ്യറി കെയർ സെൻ്ററുകൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലം, കോട്ടയം, കണ്ണൂർ, മഞ്ചേരി, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഇൻവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, സാമ്പത്തിക നില കണക്കിലെടുക്കാതെ എല്ലാവർക്കും സ്റ്റെം സെൽ മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ സൗകര്യം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി സർക്കാർ മേഖലയിൽ മജ്ജ മാറ്റിവെക്കൽ സംവിധാനം ഒരുക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മജ്ജ മാറ്റിവെക്കൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. സർ, ക്യാൻസർ ചികിത്സ. സംസ്ഥാനത്ത് ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രാരംഭ രോഗനിർണയത്തിനും പരിചരണത്തിനുമായി 2025-26 ബജറ്റ് ഊന്നൽ നൽകുന്നു. മലബാർ ക്യാൻസർ സെൻ്ററിന് 35 കോടി, കൊച്ചി ക്യാൻസർ സെൻ്ററിന് 18 കോടി, RCCക്ക് 75 കോടി, മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രി വഴിയുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് 24.5 കോടിയും ഉൾപ്പെടെ 152.5 കോടി രൂപ ക്യാൻസർ ചികിത്സാ രംഗത്തിനായിട്ട് മാറ്റിവെക്കുന്നു. സർ, ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള 130 ആശുപത്രികൾ, 818 ഡിസ്പെൻസറികൾ, 24 സബ് സെൻ്ററുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി 50.93 കോടി മാറ്റിവെക്കുന്നു. ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾക്കായി 43.72 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ഹോമിയോപ്പതി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 23.54 കോടി രൂപ മാറ്റിവെക്കുന്നു. ശുദ്ധജല വിതരണവും മാലിന്യ നിവാരണവും. ശുദ്ധജല മേഖലയിലെ പ്രധാന ഏജൻസിയായ വാട്ടർ അതോറിറ്റിക്ക് 869.03 കോടി രൂപയും ജലനിധിക്ക് 53.57 കോടി രൂപ ഉൾപ്പെടെ ഈ മേഖലയ്ക്ക് 922.6 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 15.5 കോടി രൂപ അധികമാണ്. സർ, ജൽജീവൻ മിഷൻ പദ്ധതിയുടെ 25% സംസ്ഥാന വിഹിതം എന്ന നിലയിൽ കേരള വാട്ടർ അതോറിറ്റിയും ജലനിധിക്ക് 560 കോടി രൂപ മാറ്റിവെക്കുന്നു. കേന്ദ്ര വിഹിതം ലഭ്യമാകുന്നതനുസരിച്ച് അധിക സംസ്ഥാന വിഹിതം ലഭ്യമാകുന്നതാണ്. ജലജീവൻ പദ്ധതി 2028 വരെ നീട്ടിയത് കൂടുതൽ ഗുണകരമായി സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ നടപടി സ്വീകരിക്കും. സർ, ജലനിധിയുടെ മഴവെള്ള ഭൂഗർഭജല റീചാർജ് പദ്ധതികൾക്ക് 11.5 കോടി രൂപയും കമ്മ്യൂണിറ്റി നിയന്ത്രിത കുടിവെള്ള വിതരണ പദ്ധതികൾക്ക് സുസ്ഥിരതാ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനായി 29.61 കോടി രൂപയും വകയിരുത്തുന്നു. ഭവന നിർമ്മാണം. സർ, ലൈഫ് പദ്ധതി ഒഴികെ ഭവന നിർമ്മാണ മേഖലയിലെ പദ്ധതികൾക്ക് 70.65 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാളും 13 കോടി അധികമാണ്. സർ, കൊച്ചി മറൈൻ ഡ്രൈവിൽ 2400 കോടി രൂപ ചെലവഴിച്ച് NBCCയുടെ സഹകരണത്തോടെ KSHB കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് മറൈൻ എക്കോ സിറ്റി എന്ന പദ്ധതി പൂർത്തീകരിക്കുന്നതാണ്. ഇതിൽ നിന്നും ഭവന നിർമ്മാണ ബോർഡിന് 3650 കോടി രൂപയുടെ അധിക വരുമാനവും പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സഹായവും ലഭിക്കുന്ന തരത്തിലേക്കുള്ള വിപുലമായ പദ്ധതിയാണ്. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് 52.42 കോടി വകയിരുത്തുന്നു. താഴ്ന്ന വരുമാനക്കാർ, സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് ഭവന നിർമ്മാണത്തിന് 3 ലക്ഷം വരെ സബ്സിഡി നൽകുന്ന ഗൃഹശ്രീ ഭവന പദ്ധതികളുടെ വിഹിതം 24 കോടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. സർ,
ജീർണാവസ്ഥയിലുള്ള MN ലക്ഷം വീട് പദ്ധതികൾ പുതുക്കുന്നതിനായി 10 ലക്ഷം കോടി രൂപ അധികമായിട്ട് അനുവദിക്കുന്നു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന് 10 കോടി രൂപ അനുവദിക്കുന്നു. സർ, ലൈഫ് മിഷൻ ലൈഫ് ഭവന പദ്ധതിയുടെ 2016 മുതൽ 1-2 പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ 18,000 കോടി രൂപ അധികം ലൈഫ് ഭവനങ്ങൾ നിർമ്മിക്കുന്നതായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ ഭവനപദ്ധതികൾ വിഹിതമായി ലൈഫ് മിഷന് 1,160 കോടി രൂപ ഇപ്പോൾ വകയിരുത്തുന്നു. 80 കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും അധികമാണ് സർ. സർ, 2023 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നഗര നയ കമ്മീഷൻ രൂപീകരിച്ചു. 10 പ്രധാന വിഷയമേഖലകൾ തിരിച്ച് കമ്മീഷൻ 2025 മാർച്ച് മാസത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല സർ. നഗരവികസന പരിപാടിക്ക് 1986.32 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 58.88 കോടി അധികമാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് 180 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 15 കോടി അധികമാണ് സർ. 60 ലക്ഷം തൊഴിൽ ദിനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹരിത കേരള മിഷന് കീഴിലുള്ള നഗരമാലിന്യ നിർമ്മാർജ്ജന ശുചിത്വ കേരളം പദ്ധതിക്ക് 20 കോടി രൂപ വകയിരുത്തുന്നു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് KSWMPക്ക് 185 കോടി രൂപ വകയിരുത്തുന്നു. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട DPR പൂർത്തീകരണത്തിനും കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ട്രെഡയ്ക്ക് 7 കോടി രൂപ വകയിരുത്തുന്നു. വിശാല കൊച്ചി വികസന അതോറിറ്റി മുഖേന നടപ്പിലാക്കുന്ന 100 കിടക്കകളുള്ള ശ്രീ ഹോസ്റ്റലിൻ്റെ നിർമ്മാണമടക്കം വിവിധ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. അമൃത് പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 300 കോടി വകയിരുത്തുന്നു. വാർത്താവിതരണവും പ്രചരണവും മേഖലയ്ക്കായി 44 കോടി രൂപ വകയിരുത്തുന്നത് മുൻ വർഷത്തേക്കാൾ 6.8 കോടി രൂപ അധികമാണ്. സർ, പരസ്യ കുടിശ്ശികകൾ തീർക്കാനും പുതിയ പരിപാടികൾക്കുമായി 30 കോടി രൂപ PRDക്ക് അധികമായി അനുവദിക്കുന്നു. സർ, പ്രസ് അക്കാദമിക്കായി 7.5 കോടി രൂപ അനുവദിക്കുന്നു. സർ, സംസ്ഥാന മാധ്യമ അവാർഡുകളുടെ സമ്മാനത്തുക ഇരട്ടിയാക്കും. സർ, മാധ്യമ പ്രവർത്തനത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സർക്കാർ നൽകുന്ന പുരസ്കാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാര തുക 1 ലക്ഷം രൂപയിൽ നിന്നും 1.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, തൊഴിലും തൊഴിലാളി ക്ഷേമവും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എല്ലാ ഇതും വായിക്കുന്നില്ല. സർ, ഈ സർക്കാർ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതുവരെ 2,764.34 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. സർ, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ബജറ്റിൽ വകയിരുത്തതിന് പുറമെ 20 കോടി രൂപ അധികമായിട്ട് അനുവദിക്കുന്നു. സർ, തൊഴിലും തൊഴിലാളി ക്ഷേമ മേഖലയ്ക്കായി 538.44 കോടി രൂപ വകയിരുത്തുന്നത് മുൻവർഷത്തേക്കാളും 50 കോടി രൂപ അധികമാണ്. പരമ്പരാഗത തൊഴിൽ മേഖലയായ BD, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനം, സംസ്കരണം, കയർ എന്നിവയിലെ തൊഴിലാളികൾക്ക് 1,250 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന ഇൻകം സപ്പോർട്ട് സ്കീമിന് 100 കോടി രൂപ വകയിരുത്തുന്നു. വ്യവസായ പരിശീലന വകുപ്പ് മുഖേനയുള്ള ഐസ്റ്റെപ്പ് പദ്ധതിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ കേസ് ഉൾപ്പെടെയുള്ള കേസ് എന്ന് പറയുന്ന സ്ഥാപനം ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് 33 കോടി രൂപ വകയിരുത്തുന്നു. നോർക്കയുടെ വിവിധ കർമ്മ പരിപാടികൾക്കായിട്ട് 150.81 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക വെൽഫെയർ ഫണ്ട് ബോർഡിലെ ക്ഷേമനിധി അംഗങ്ങൾക്ക് വിവിധ സഹായങ്ങൾ നൽകുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു.